ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുവാണേ. ചപ്പാത്തി നമ്മുടെ സ്ഥിരം രീതിയിൽ തന്നെ കുറേ എണ്ണം ഒന്നിച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്നൊക്കെ. പുതുതായിട്ട് വന്നവർക്കൊക്കെ വേണ്ടി മാത്രമായിട്ടാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. ജയച്ചേച്ചി പറയുന്ന പോലെ പഴയ ആൾക്കാരൊക്കെ ബാക്കി സീറ്റിലോട്ടിരുന്നിച്ച് പുതിയ ആൾക്കാരൊക്കെ ഫ്രണ്ട് സീറ്റിലോട്ടിരുന്നിച്ച് കണ്ടോളുക. അപ്പം ആദ്യം ഒരു ചപ്പാത്തി ഇടുക, അത് തിരിച്ചും മറിച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് അടുത്തിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ആണ് എടുക്കുന്നത്. പേരൊന്നുകൂടെ കാണിച്ചു തരാവേ. ഇതിപ്പം ആദ്യം ഒരു ചപ്പാത്തി നമ്മൾ ഇട്ടെന്ന് വിചാരിക്കാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ടിങ്ങനെ നിന്ന് ചൂടാക്കി ആദ്യം പാനിലെടുത്തതിന് ശേഷം ആ ഒരു ചൂടെടുത്തതിന് ഒരു പച്ചപ്പൊന്ന് മാറിയതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് ഞാൻ അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുക്കും. എന്നിട്ട് അതെടുത്ത് ഇങ്ങനെ തിരിച്ചിട്ട് വെച്ച് ഇതിപ്പോൾ നമ്മൾ കുറേ എണ്ണം എടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ ആദ്യം തൊട്ട് കാണിക്കാം കേട്ടോ. ഇതൊന്ന് ചുട്ടെടുത്തോട്ടെ. ഇപ്പം ഞാൻ ചപ്പാത്തി ഞങ്ങൾ വീണ്ടും ഇതുപോലെ ആദ്യമേ നല്ലപോലെ ഒന്ന് പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലോട്ടൊന്ന് ഇട്ടേച്ച് ഇത് തിരിച്ചൊന്നും കൂടി ഇട്ടു. എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുത്തു. എന്നിട്ടത് തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ, എന്നുവെച്ചാൽ ഓവറായിട്ട് തീ കൂട്ടി വെച്ചിട്ടില്ല. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് അടുത്ത് ഇട്ടു. അപ്പം നമ്മുടെ ഈ നടുക്ക് കിടക്കുന്നത് ഒരുവിധം വാടിയതില്ലേ, അതിൻ്റെ പുറത്തോട്ട് അടുത്തത് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് ഇങ്ങനെ ഇടും. ഇട്ടേച്ച് ഇതൊന്നും കൂടെ തിരിച്ചിടും. ഇങ്ങനെ ഇട്ടേച്ച് അടുത്തതും ഇതുപോലെ തന്നെ തിരിച്ചിടും. ഞാൻ കാണിക്കുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ വീണ്ടും അടുത്തതിൻ്റെ പുറത്തോട്ട് ഞാൻ ഒന്നിച്ച് പരത്തി വെച്ചതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. അതായത് അന്നേരം ചുടാൻ നിന്നാണ്ടല്ലോ ആ പൊടിയെല്ലാം കൂടെ ഇതിനകത്തോട്ട് വീണങ്ങ് കരിയാൻ തുടങ്ങും. അടുത്തത് വിട്ടു. ഇങ്ങനെ ഞാൻ കുറേ ഇടും കേട്ടോ. എനിക്കത് ഈ ചട്ടകത്തെ തിരിച്ചും മറിച്ചൊക്കെ ഇടാൻ പറ്റുന്ന അത്രയും ഇതിൽ ഞാൻ ഇങ്ങനെ ഇടും. എനിക്ക് പക്ഷേ ഇത് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് എളുപ്പമല്ലാതെ തോന്നാം. കാര്യം എനിക്ക് ആദ്യമൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു അല്ലാതെ ഉണ്ടാക്കുന്ന എളുപ്പം, ഓരോന്നോരോന്ന് ഉണ്ടാക്കി എടുക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നിച്ച് കുറേ ഉണ്ടാക്കി കൊടുക്കുമ്പം കഴിക്കാൻ കൊടുക്കാനും എളുപ്പമുണ്ട്. നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്ത് അടുത്തതിന് വേണ്ടി അവർ കാത്തിരിക്കണ്ടല്ലോ. ഇങ്ങനെ കുറേ ഞാൻ ചുട്ടെടുക്കും കേട്ടോ. ഒന്നിന് പുറത്തോട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ തീ വെച്ച് പൊള്ളിച്ചെടുക്കും. നമുക്ക് ഇത്രയും എടുത്ത് വെച്ച് തീ വെച്ച് പൊള്ളിച്ചെടുക്കാവേ. നിങ്ങളിപ്പോൾ കാണിയാലും പിന്നെ ഒത്തിരി അങ്ങ് നീണ്ടു പോകും വീഡിയോ. നല്ലപോലെ പൊള്ളി കിട്ടും കേട്ടോ. നമ്മളത് സാധാരണ പൊടിയിലാണ് കേട്ടോ. ഇതിവിടെ ഇപ്പോൾ ചെറിയൊരു ഇത് വീണുകൊണ്ടാണ് അത് അത്ര അങ്ങോട്ട് എയർ വെളിയിലോട്ട് പോയി. ചെറിയൊരു കിഴുത്ത വീണില്ല. സാധാരണ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ലൂസ് പൊടിയാണ് കേട്ടോ, അല്ലാതെ പാക്കറ്റ് പൊടിയോ അല്ലെങ്കിൽ ആശീർവാദിൻ്റെ പൊടിയോ അങ്ങനൊന്നും അല്ല, സാധാരണ പൊടി. കണ്ടോ നല്ലപോലെ പൊള്ളി വരും. അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പം ഒത്തിരി നേരം നിന്ന് ഞാൻ കുഴയ്ക്കാറില്ല കേട്ടോ. ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ച് ഒരുവിധം നല്ലതായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാനത് ഒരു പാത്രം വെച്ച് എന്നിട്ട് അടച്ച ആ പാത്രത്തിൽ തന്നെ അങ്ങ് വെച്ചേക്കും. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കണ്ടില്ല മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കാനും എല്ലാം എളുപ്പമാണ്. നമുക്കതിന് വേറെ നമ്മുടെ ബാക്കി ജോലി തീരുകയും ചെയ്യും. രാവിലെ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു കിസ് കിസ് പോലെ കുറേ തണുത്തോളം കുടിക്കുന്നുണ്ട്. എനിക്കെന്നാൽ അതിൻ്റെ ഞാൻ തോന്നുന്നു. അപ്പോൾ ഇതുപോലെ പൊള്ളിച്ചെടുക്കാൻ നമുക്ക് നല്ലതായിട്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. നേരത്തെ ഉള്ളവർക്കൊക്കെ അറിയാം, പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞ കേട്ടോ. ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഒരെണ്ണം എടുത്ത് കഴിയുമ്പോൾ അടുത്തത് നമുക്ക് പെട്ടെന്ന് പൊള്ളിച്ചെടുക്കാൻ പറ്റും. മറ്റേത് ഒരെണ്ണം ഓരോന്ന് വീതം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ അത് ഒരെണ്ണം വേകാനായിട്ട് നമ്മൾ അത്ര നേരം കാത്തു നിൽക്കണം. അങ്ങനെ കുറേ ഇത് വരുന്നതുകൊണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. പിന്നെ അതിന് തീ അത്രയും നമ്മുടെ വേസ്റ്റ് ആവുകയാണ്. അടുത്തത് എടുത്ത്
അത്രയും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്തെ തീ അങ്ങ് ഓഫ് ചെയ്തേ. അത് കഴിഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ നമ്മൾ ഓരോന്ന് ചുട്ടെടുക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പെട്ടെന്ന് അറിയാം. ഇപ്പം ഞങ്ങൾ രാവിലത്തെ കാപ്പിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറി. കുറേ ദിവസം കൂടിയായിട്ട് അടുക്കളയിലൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഇതിലൊക്കെ തട്ടിക്കൂട്ടൊക്കെ ആയിരുന്നു. ഇപ്പം ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാണേ. ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ, പിള്ളേരെ കൊണ്ടുപോകുന്നില്ല. അപ്പം ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിലെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. ബാക്കിയൊക്കെ വിശേഷങ്ങളൊക്കെ വന്നിട്ട് കാണാമേ. അച്ചുവിനെ ഇവിടെ നിർത്തിയേച്ച് കണ്ണം വന്നിട്ടില്ല, ട്യൂഷൻ കഴിഞ്ഞ് അതൊക്കെ ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. ശരിയോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾ പതിയെ പോവാണ്. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയ അവസ്ഥയെന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യാതായിരുന്നു പോയത് കേട്ടോ. എൻ്റെ കൂടെ ജോലി ചെയ്തവരൊക്കെ അന്ന് എൻ്റെ ചോദിച്ചത് എന്നെ പോലെ വടി നിന്നേന്ന് വരെ ചോദിച്ചു. അതുപോലെ വേദന കൊണ്ട് സഹിക്കാൻ വയ്യായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ലുക്കായിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ ഫോൺ ഭയങ്കര അപ്ഡേറ്റ് ആയിരുന്നു. സ്കൂളിൽ നിന്നും സീറ്റ് ബെൽറ്റ് വിട്ടുപോയി, അതൊന്ന് സെറ്റാക്കണം. അപ്പം ഭയങ്കര കുലുക്കം കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ റോഡ് അത്രയ്ക്ക് നല്ല അടിപൊളി റോഡാണ്. ഒട്ടും കട്ടറില്ലാത്ത റോഡാണ്. എടുത്തടിച്ച് കുലുക്കി മറിഞ്ഞേ പോകാൻ പറ്റുന്നത്. ഞങ്ങളിനി നേരെ കോഴഞ്ചേരി പൊയ്യാനി ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങളങ്ങനെ കോഴഞ്ചേരിയിലെത്തി കേട്ടോ. ഇവിടെയാണ് കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇവിടെ ഇതാണ് ഈ കാണുന്നതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇവിടെ പ്രൈവറ്റ് സ്റ്റാൻഡ്. ഇതിപ്പോൾ ട്രാൻസ്ഫർ സ്റ്റാൻഡ് കൂടാണോ അതോ പ്രൈവറ്റ് സ്റ്റാൻഡ് മാത്രമോ? ഇവിടുന്ന് ഞങ്ങൾ നേരെ വൺ വേ കയറി. ഇത് പുളിമൂട്ടില്ല, അതാ ഞാൻ ജൂവലറി ആണോ? ഇവിടെ പുളിമൂട്ടിൻ്റെ ജൂവലറി ഉണ്ടോ? ഞാനിപ്പോൾ കൊച്ചു കടയല്ലേ, ഞാനോർത്ത് വലിയതാണ്. മുളമൂട്ടിൽ ഐ ഹോസ്പിറ്റൽ, ഇവിടെ ഞാൻ വർക്ക് ചെയ്ത. അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് വരുവാണ് പൊയ്യാനി. ഇത് ഓരോ നടന്ന ഇത് വഴിയെന്ന് അറിയാവോ? എൻ്റെ കെട്ടിയനെ പ്രേമിക്കുന്ന സമയത്ത് നടന്ന ആശുപത്രിയാണ്. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലൊക്കെ പെട്ടെന്ന് പോയിട്ടോ, തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കയറി ഡോക്ടറെ കണ്ടു ഇറങ്ങി. ഇനി നേരെ വീട്ടിലോട്ട്. ഞങ്ങൾ നേരം വന്ന വഴിക്കൊരു സോഡാ നാരങ്ങ കുടിക്കാണ്ട് നിർത്തിയാണ്. ഭയങ്കര ദാഹോന്നേ. അങ്ങനെ ഞാൻ ആശുപത്രി പോയിട്ടോ. ഒത്തിരി പേരൊന്നും കണ്ടില്ല കേട്ടോ. പണ്ടുള്ള ചേച്ചിമാരെ മാത്രമേ കണ്ടുള്ളൂ. ചേച്ചിമാരെയൊക്കെ കണ്ടു. എന്നിട്ട് പോന്നു. കാലിന് പിന്നെയും ഒരു ചെറിയ വേദന ഇതുപോലെ ആയിട്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ എല്ലാവരുടെയൊക്കെ കണ്ടിട്ട് കാണാമെന്ന് വെച്ചാൽ ഒന്ന് കാല് വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത വീഡിയോയുടെ മുന്നിൽ വരുമ്പോൾ എല്ലാവരും ഓർക്കോ ഇവരാണോ ഈ കാല് വേദന ഉണ്ടെന്ന് പറയും. പക്ഷെ നല്ല വേദനയുണ്ടെന്നേ. ഞാൻ പിന്നെ വെച്ചാൽ നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിന് മുമ്പ് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് കരഞ്ഞു നിൽക്കാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കരയാതെ നിന്ന് വീഡിയോ എടുക്കുന്നത്. കരയത്തില്ല, പക്ഷെങ്കിൽ നല്ല വേദനയായിരുന്നു കാലിൽ. അതുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ വൈകുന്നേരമാകുമ്പോഴത്തേക്ക് വേദന സഹിക്കാൻ വയ്യ. പിന്നെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, കമൻറ്റൊക്കെ ഇടുന്നില്ലെന്നൊക്കെ ഉള്ളായിരുന്നു. പിന്നെ എന്നായിരുന്നു, പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു മരണം നടന്നു കേട്ടോ. കൊച്ചേട്ടനെന്നൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിലൂടെ പറയത്തില്ലായിരുന്നു. കൊച്ചേട്ടൻ കപ്പക്കമ്പ് തന്ന കാര്യമൊക്കെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് ആയിരുന്നു. പെട്ടെന്ന് വീട്ടിൽ വെച്ച് തന്നെ അതൊരു വല്ലാത്തൊരു ഷോക്കായിപ്പോയി കേട്ടോ. എന്നും ഞാൻ അവിടെ നിന്ന് വർത്തമാനം പറയുകയും ഞങ്ങൾ ചൂടെ തുടങ്ങി രാഷ്ട്രീയം വന്ന് അമ്പലം വന്ന് ജൂണിലെ മഴ വരെ ഞങ്ങളുടെ ചർച്ചയിൽ വരുമായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നു. പക്ഷേ അത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി ഞങ്ങൾക്ക്. വീട്ടിലെല്ലാവർക്കും അതെ കേട്ടോ. ഭയങ്കര ഒരു ഫീലായിപ്പോയി പെട്ടെന്നൊരിത് കണ്ടപ്പോഴത്തേക്ക്. അതും കൂടെ ആയപ്പോഴത്തേക്ക് അതിന് കഴിഞ്ഞ ദിവസം വീഡിയോസ് ഇടായിരുന്നത്.
അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, കമൻറ്റ് ഇടുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ എല്ലാവരും വീഡിയോക്കൊക്കെ കമൻറ്റൊക്കെ ഇടാം. അപ്പോൾ ഞങ്ങൾ നാരങ്ങളൊക്കെ കുടിച്ച് ഇനി വീട്ടിൽ ചെന്ന് കുറേ പണിയുണ്ട്. പിന്നെ എൻ്റെ മൂക്കുത്തിയൊക്കെ ഇതുണ്ടോ, മറ്റേ മുക്കുത്തിയുടെ കല്ല് പോയപ്പോൾ ഇതൊരു പഴയ മുക്കുത്തി എൻ്റെ ഇരുന്നാണ്, അതെടുത്തിട്ടാണേ. എനിക്ക് മറ്റേ സൈസ് മുക്കുത്തിയായിരുന്നു ഇഷ്ടം. ഇനി അതൊന്ന് മാറി മേടിക്കണം. ചേട്ടനോട് ചാക്കിട്ടിട്ടുണ്ട്, മേടിച്ച് തരാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഈ മൂക്കുത്തി പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന മൂക്കുത്തിയോടെ കൊടുത്ത് എനിക്ക് നല്ലൊരു മൂക്കുത്തി മേടിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് സ്വർണ്ണത്തിനൊക്കെ എന്നാ വിലയാണ്, നീ അങ്ങോട്ട് മേടിക്കാൻ ചെല്ലുമ്പോൾ അറിയാം ഭയങ്കര വിലയാണ്. സ്വർണ്ണം മേടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇന്ന് എന്നാണല്ലോ ഇല്ല, 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. ഇനിയിപ്പം വീട്ടിലോട്ട് ചെല്ലുമ്പം കണ്ണം വന്ന് കാണും, രണ്ടും കൂടെ അവിടെ എന്നെ ആയി കാണുമെന്നൊന്നും അറിയത്തില്ല. അതൊക്കെ ഒന്ന് ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ. പോകുന്ന വഴിക്ക് മീനൊക്കെ മേടിച്ചോണ്ട് വേണം പോകാനായിട്ട്. അപ്പം മറക്കല്ല് ഞാൻ പറഞ്ഞത് കേട്ടോ. വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. 2 എണ്ണം, ഒരെണ്ണം വേണ്ടി ഇവിടെ ഇരിപ്പുണ്ട് അലമ്പുണ്ടാക്കാനായിട്ട്. ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്, പിന്നെ ഒരെണ്ണം എന്ത് ചെയ്തേണ്ട മാങ്ങാടെ വെച്ച് അത് കറിക്ക് തരാനായിട്ടാ. ഇവിടെ ഒരെണ്ണം പിന്നെ എന്താ പറയുക, ചെറുപ്പം ചേനയുണ്ട് അതിൽ. ചേനയല്ല ചെനയെന്നായിപ്പോയി, ചേനയല്ല ചൊനയുണ്ട് അതിൽ. പിച്ചത് ഇതാ, അതതിൻ്റെ കറ മണം വരുന്നുണ്ടോ? ആഹാ, എനിക്ക് എന്നെ ഇഷ്ടം അത് പറയും മാങ്ങയുടെ ഈ മണം. അപ്പം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറി വെക്കാനായിട്ടാണ് പിച്ചത്തി കാണിച്ചത്. കറി വെക്കുന്നത് മാങ്ങ അയല കറി വെക്കാനായിട്ടാണ്. ഞാൻ മാങ്ങ എനിക്കൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അച്ചി 2 പച്ചമുളക് അരിഞ്ഞെടുക്കണം. അതുപോലെ കൊച്ച് ചെത്തുന്നതിന് മുമ്പേ തുടങ്ങി തരാമോ ഇത് ഇവിടുത്തെ അല്ല കേട്ടോ, വേറെ എങ്ങോട്ടൊന്ന് ഭാവിച്ചിട്ട് കൊണ്ടുവന്നതാണ്. സ്കൂട്ടറിനകത്ത് അല്ല, ഇവിടുത്തെ മാങ്ങ ഈ ഷേപ്പ് അല്ലല്ലോ. ഒന്നും അല്ല, കിളിക്ക് തൂവലൊക്കെ വന്നോ ഇല്ല ഒന്നും നോക്കിയാണ്. കിളിയെ മണിമണി കഴിയണം. പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അയലയായിരുന്നു മേടിച്ചോണ്ട് വന്നേ. അയല നല്ല അയല കേട്ടോ, പച്ച അയലയാണ്. അപ്പം അത് ഒന്ന് ഒരു ഇച്ചിരി ഒരു മീനേ ഉള്ളു കറി വെക്കുന്നുള്ളൂ, ബാക്കി വറക്കാനായിട്ട്. എടി ഇതിനകത്തിടാനും കൂടെ പച്ചമുളക് വേണം, മെഴുക്കുവരട്ടിക്കകത്ത് മാത്രമല്ല. ഇപ്പൊ അയല തേങ്ങ അരച്ച് വെച്ചിട്ട് ബാക്കി വറക്കാന്ന് വിചാരിച്ചു. പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടി. ഉണ്ടോടാ? ഇല്ല, ഓടാ ഇത്ര പെട്ടെന്നോ? ഞാൻ ഇന്നലൊക്കെ ഒരുമാതിരി ഇറച്ചി മാതിരി ഇരിക്കുമായിരുന്നു. ഇന്നിപ്പോ ഇത്ര പെട്ടെന്ന് പറന്നു പോയെന്ന് ചിറകില്ലാതെ എങ്ങനെ പറക്കും? അത് വരും, അതതിന്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കഴിക്കുന്ന. നീയൊക്കെ സ്വന്തം അമ്മേനെ ഓടിച്ചു വിടുന്ന കൂടെ അതും കൂടെ അമ്മയെ കൂടെ ഓടിച്ചു വിടുന്നു. എന്നടി എന്നടാ പറയടാ ഏതാടി? മടിയിലുറങ്ങുമല്ലേ? സൂര്യനായി ഉണരുമെൻ കൈകളിൽ കണ്ടാലും കൊതി തീരില്ല. കണ്ണെന്ന പേര് മകയിരുന്നാണ് നീ എന്നെ വൃത്തി കെട്ടവനെ. ഈ മാങ്ങയുടെ കറ മേത്ത് കൊണ്ട് പൊള്ളത്തില്ലേ മേല്? ഇല്ല, എടുത്ത് വായോട് തേച്ച് വെക്കാം, അപ്പൊ അറിയാൻ കൊള്ളുവോ ഇല്ല എന്നുള്ളത്. ഒരുമാതിരി തൊലി പോവുക അതിന്റെ കറ മേത്ത് പറ്റിയാല്. ചെറുപ്പം മാ പോവുക മേല് കൊള്ളു അതിന്റെ ചോര പറ്റിയാല്. കണ്ടോ? ഇവര് രണ്ടും ഉണ്ടല്ലോ. ഇന്ന് ഇവര് അടുക്കള കാണുന്ന എന്നാന്നറിയോ? അപ്പൻ അപ്പുറത്ത് ഇരിപ്പുണ്ട്. അപ്പൻ ഇവിടെ ഉണ്ടെങ്കിൽ രണ്ടുപേരും ഇനി അടുക്കളയിൽ നിന്ന് ഇറങ്ങും. കറി വെക്കാൻ വേണ്ടി ഇനി ഞാൻ നീ ഇവിടെ ഉണ്ടോ? ഞാൻ നിന്നെ കണ്ടില്ല. ഞാൻ ഇതൊക്കെ പറയാം.
ഒരു കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. എന്നാന്നറിയില്ല, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോഴത്തേക്ക്. നിന്നോട് ആരോട് പറഞ്ഞു അങ്ങനെ ഇരിക്കാനായിട്ട്? മര്യാദക്ക് ഇരിക്കണേ. അതെ, ആരാ ആരാ അതാ ഞങ്ങൾക്ക് ആരാ അതിനകത്ത് മുളകുപൊടി ഉണ്ടോ നോക്കി. വെള്ളി വരുന്നു, വെള്ളി ഉപ്പില്ലായിരുന്നു. അത് തന്നെ പിച്ചാത്തിയുടെ മര്യാദ കഴിച്ചു ചേർക്കാം. മീൻകറിയാണല്ലോ മോള് ഉദ്ദേശിക്കുന്ന, മീൻകറി അല്ല. ഏത് വെച്ചാൽ നീ കൂട്ടുകാരാ, പിന്നെ അതിനകത്ത് കൂട്ടുന്നവരെങ്കിലും കൂട്ടട്ടെ വെക്കുന്നത്. ആ കാമുകിക്ക് വേണ്ടി അവൾ ഉറങ്ങിയില്ലെന്ന് അറിയാനായിട്ട്. എന്തായിരുന്നു ഉണ്ടാക്കണോ? വേണ്ട, കണം വേണ്ട. അതിൽ നിന്നുണ്ടാക്കിയ എന്നാ കുഴപ്പം? ഇപ്പോഴല്ലേ വൈകുന്നേരം വെച്ചിട്ട് കടിച്ചു പറിച്ചല്ല കേട്ടോ, പ്ലാസ്റ്റിക് ഇച്ചിരി ചെത്തിയതിന് ശേഷം അതിന്റെ തുമ്പത്ത് പിടിച്ച് കടിച്ച് വലിച്ച് പറിച്ച് കളഞ്ഞ കണ്ണം മര്യാദക്ക് ഇരുന്നോണം. എണ്ണ കണ്ണോ? ആ ശരിടാ, പന്ന ചെറുക്ക പറഞ്ഞ ചെറുക്ക എണ്ണ പോകുമ്പോട്ട് അപ്പനെ വിളിക്കും, അപ്പന്റെ വായിരിക്കുന്ന മൊത്തം കേൾക്കുന്ന സാധനങ്ങളായിരുന്നു. ഞാൻ പറയും പാച്ചട്ടാ കണ്ണനാണ്, ഞാനൊന്നും ചെയ്തില്ല. ഏട്ടാ എന്റെ ദൈവമേ, കണ്ണ ഞാൻ വെറുതെ പറയില്ല, ചുമ്മാ കുഞ്ഞ് അച്ഛ പാത്രം വെച്ച് തീ എത്തിക്കടി. കണ്ണ സമയം പോന്നു. അയ്യോ ആ പണി എടുത്തടി വിട്ട് മര്യാദ ഇനി നീ ഒന്ന് ചെയ്യും, ഞാൻ കണ്ടാ കേട്ടോ തരാവേ. ഞാനില്ല പോ കണ്ണ കുഞ്ഞു സമയമില്ലെന്ന് എടുക്ക്. എടാ നിനക്കൊന്നും വിഷമില്ലടാ, അപ്പനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. നീയും പെണ്ണ് കെട്ടുവേ, അന്ന് നീ എന്നെ വിളിക്കുമ്പോ അവിടെ വായിക്കുന്നത് കമ്പിട്ട് കുത്തും. നീ നോക്കും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ പിള്ളേർ? ഇതുപോലെ അലമ്പാണോ? തീൻകുട്ടിക്കകത്ത് അപ്പുറത്ത് നിന്ന് ഇതെടുത്തോളാം. മീന് ഒരു സ്പൂണും വേണേ.
കണ്ടോ രാവിലെ കുളിച്ചില്ലായിരുന്നു, ഇപ്പൊ കുളിച്ചില്ലേ? തോന്നി കുളിച്ചില്ലേ? നീ മേടിക്കല്ലേ കേട്ടോ, തണുത്തോണ്ട് കുളിച്ചു. അടി സത്യമായിട്ട് പഠിക്കുക. ഇല്ല ഒറ്റ മാസം കുളിച്ചിട്ടുള്ളൂ. ഇവിടെ നിനക്ക് നാണമില്ലടാ എന്റെ തല്ലി മേടിക്കാനായിട്ട്, ഇത്ര വലിയ മുടുക്കല്. ഞാൻ തല്ലിയത് അതാ അമ്മയെ തല്ലി എനിക്കറിയാം. അതാ നീ ഉണ്ടായതിന് ശേഷം എനിക്ക് കുരുവിക്കൂടായത്. അച്ഛൻ നീ എനിക്ക് ആവശ്യം തേങ്ങ തരണം. ചൂടൊക്കെ സഹിക്കാൻ വയ്യ. എന്റെ മുടിയൊക്കെ വാരി കെട്ടിയതിന് ശേഷമാണ് ഒരു ആശ്വാസം കിട്ടിയത്. ഡോർ അടക്കടി അവിടുത്തെ സൗണ്ട് ഇങ്ങോട്ട് വരും. അച്ഛൻ ആ ഫോണാണെങ്കിൽ 8 നീളെ പൊട്ട വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സൗണ്ട് ഇവിടെ മരം വന്നു കഴിഞ്ഞാൽ എനിക്കത് പ്രശ്നമാകും. അതുപോലെ എന്റെ എക്സോ ഫാനും കൂടെ ഓഫ് ചെയ്തത്, അതിന്റെ സൗണ്ടും ഭയങ്കരമായിട്ട് വരും. മുടിയൊക്കെ വാരി കെട്ടി വെച്ചപ്പോഴത്തേക്ക് ഒരു സുഖം, ഒരു ആശ്വാസം. ഒരു ശകലം അറിയാനുള്ളത് കണ്ണിൽ ഇപ്പൊ ചോറ് വേണ്ടെന്നല്ലേ പറഞ്ഞത്? അതിനാണ് മീൻ പറഞ്ഞത്. അല്ല ഞാൻ അവിടെ ഇരിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അവന് വിശക്കുന്നെന്ന് പറഞ്ഞു. പിന്നെയും വന്ന് അടുക്കള കിടന്നു തന്നെ. അച്ഛനും ഒക്കെ ഉള്ള എല്ലാവർക്കും ഉള്ള വറുത്ത് വെക്കുന്നുണ്ടേ. അതിനാണ് വറുത്ത് വെച്ചു. പിന്നെ അല്ല പിന്നെ ഞാൻ അങ്ങോട്ടൊന്ന് എവിടെ ഇരിക്കുമ്പോഴത്തേക്ക് പറയുന്നത് വിശക്കൊന്ന് മീൻ വറുത്ത് എടുക്കുന്നത്. നനഞ്ഞ് കുളിക്കുക, നനഞ്ഞ്. മീൻകറിക്ക് തേങ്ങയും ചമ്മന്തി മാത്രമാണ് ഇറച്ചി ചേർക്കുന്നത്. മീൻകറി കൂടെ ഇനി ശരിയായത്. ഇതിനകത്തോട്ട് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാൽ കറി സെറ്റായി. ഞാൻ തിളപ്പിക്കത്തില്ല കേട്ടോ, തേങ്ങ അരച്ച കറി വെക്കുമ്പോഴേക്ക് തിളപ്പിക്കത്തില്ല. മീൻകറി റെഡിയായി. ഇനി മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ചോറുണ്ണാനായിട്ട് തുടങ്ങാം. ഇനി ചോറൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങുവാണ്. ചോറ് ഉണ്ണാനായിട്ട് ഞങ്ങൾ ഇനി തുടങ്ങുവാണേ. ഇവിടെ എല്ലാവരും ഒന്നും ഇന്ന് ചോറുന്നില്ല കേട്ടോ. ആർക്കും വിശപ്പില്ല. രാവിലെ ചപ്പാത്തിയൊക്കെ ആയിട്ട് ആർക്കും വേണ്ട എന്ന് പറഞ്ഞു. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പായിക്കോളും. തേങ്ങ അരച്ച് മാങ്ങായിട്ട് അയലക്കറി, പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി,
പിന്നെ നമ്മുടെ മീൻ വറുത്തത്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഉച്ചക്കത്തെ കറിയൊക്കെ. വേഴാമ്പൽ ഇത് കണ്ടോ ഒരെണ്ണവേ ഉള്ളേ. പക്ഷെ അത് പിന്നെയും വന്ന് ജനലെ ഭയങ്കര കൊത്താന്നേ. ജനലങ്ങ് കൊത്തി പറിക്കോ വന്നേച്ച്. ഇത് ഒരെണ്ണത്തിനേ കാണുന്നുള്ളൂ. ഒരെണ്ണം എവിടെ ആണോ? അയ്യോ എവിടെ ഞാൻ അതേണ്ടിരിക്കുന്നു. നല്ല കാറ്റാ ഇവിടെ കണ്ടോ. ഇത്രയും നേരം സൗണ്ട് വെച്ചോണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അത് സൗണ്ട് വെക്കുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ തൊട്ടടുത്ത വീടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കൊച്ചേട്ടൻ എപ്പോഴും ഞാൻ വന്ന് വിളിക്കുകയൊക്കെ ചെയ്തില്ല. ഇവിടെ മുറ്റത്ത് വയ്ക്കുമ്പോൾ ഞങ്ങൾ ചൂട്, മഴ, പിന്നെ എന്നതാ രാഷ്ട്രീയ, അമ്പലം എല്ലാ കഥകളും പറഞ്ഞിരിക്കും നിൽക്കുമായിരുന്നു. പെട്ടെന്നായിരുന്നു ഇവിടെ ഇരിക്കുമായിരുന്നു. എൻ്റെ കസാരയൊക്കെ കിടക്കുന്നുണ്ട്, ചുമല കസാര കിടക്കുന്നുണ്ട്, ഭിത്തിയുടെ അവിടെ ഇരിക്കുമായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് മയങ്ങി അങ്ങ് വീഴുമായിരുന്നു. എല്ലാ മനുഷ്യരുടെയും കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ മത്തങ്ങയൊക്കെ ഇത് കണ്ടോ. ഇത് ശരിയാവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാര്യം എപ്പോഴും ഇങ്ങനെ പൂ വന്ന് വന്ന് വെച്ച് പൂ പൊഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കായും പൊഴിഞ്ഞ് പോകാറാണ് പതിവ്. എന്നാലും നാളെ ഇച്ചിരി ഇല പറിച്ച് തോരൻ വെക്കുക. പൂവൊക്കെ എൻ്റെ ഇവിടെ കെട്ടി വരുന്നുണ്ട്. ഇവിടെയൊക്കെ എൻ്റെ ഇങ്ങോട്ടൊക്കെ കയറിപ്പോ ഇതിനെയൊക്കെ വലിച്ച് താഴെ ഇടട്ടെ, നിരത്തൂടെ പൂ. ഇത് വെള്ളരിയുടെ കേട്ടോ, മഞ്ഞപ്പൂ നിൽക്കുന്നത്. എന്തെങ്കിലും പയർ എന്നാ അതിൽ പെട്ടെന്ന് ഇത് കണ്ടോ പൊന്തം പയർ പോലെ ആകുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം പറിച്ചതാണ്. പക്ഷെ എനിക്ക് ഇത് പക്ഷെ വലിയ നീളം വെച്ചില്ല. ഇത് കണ്ടോ ഒരുമാതിരി. എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ പയർ. ഇത് ഒത്തിരി വിളയുന്നതിന് മുമ്പേ പറിക്കണം, എന്നാലേ ഇതിന് ഒരുമാതിരി. കണ്ടോ നമ്മുടെ ചീമപ്ലാവയിൽ ചക്കയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കന്നിപ്പെണ്ണ് ഞങ്ങളുടെ കന്നിപ്പെണ്ണാണ് ഇപ്രാവശ്യത്തെ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതേണ്ട ഇത് കണ്ടോ. എവിടെ പയറൂടെ ഒന്ന് വെക്കട്ടെ എന്നിട്ട് പറയാം. ഇതേണ്ടേ ഇത് കണ്ടോ, ഈ കമ്പൗണ്ട് തുറമ്പും കണ്ടോ ഇത്തിരി സംഭവം. ഇതായിരുന്നു ചീമച്ചക്കയെന്നും പറഞ്ഞ് ഞാനിരിക്കുക. തിരിയിട്ടാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ഇതേണ്ട ഇതുപോലെ ഇങ്ങനെ ഉരുണ്ടിങ്ങനെ വന്ന് കായായത്. ആമ്പൽക്കുളമുണ്ടോ എൻ്റെ ആമ്പലേ നീ ഈ പ്രാവശ്യമെങ്കിലും ഉണ്ട്. അതിൻ്റെ ഇലയും പഴുത്ത് തുടങ്ങി കേട്ടോ. ഇത് കണ്ടോ. ഇനി ഞാൻ തീരുമാനിച്ചെടുത്ത് ചോദിക്കുകയല്ല. എങ്ങനെ ഇനി അവിടെ അടുത്ത് പോയി നാണം കെട്ടി ചോദിക്കുന്നത്? എന്തോരം തൈ തന്നെന്നറിയാമോ അവള്. ഞങ്ങളുടെ മാവേല മാങ്ങ ഉണ്ടോ. കിളിച്ചുണ്ടൻ മാമ്പഴം. അയ്യോ എൻ്റെ കിളി പറന്നുപോയി. അയ്യോ ഇതിനകത്ത് കിളി ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ കുഞ്ഞുങ്ങൾ പാവം വായൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ. ഭയങ്കര ഉറക്കമൊക്കെയാടാ. എടാ നാടങ്ങിയിരിക്കടാ. ഈ ചെറുക്കൻ ചുമ്മാ ഞാൻ വീഡിയോ എടുക്കാൻ വന്ന് ഭയങ്കര ശല്യം വന്നേനെ. അപ്പൊ നമ്മുടെ എൻ്റെ എടുക്കുന്നതിൻ്റെ അല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമേ. ഈ പന്നച്ചെറുക്കൻ പോ. അടുത്ത വിശേഷങ്ങൾ ഭയങ്കര അലമ്പേ. അപ്പോൾ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പം നമുക്ക് മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ സപ്പോർട്ടും വേണം കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഫോൺ കടിക്കുവാന്നേ ഇതുപോലൊരു തല്ലിപ്പൊളി.